ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നവരാത്രി വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് സെപ്റ്റംബർ 22 ആരംഭിച്ചു. ഇത് സെപ്റ്റംബർ 22 ആരംഭിച്ച ഒന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇന്ന് ഈ പ്രാവശ്യം ഇത്ര താമസിച്ചു പോയി. നേരത്തെ വീഡിയോ ഇടുന്നതാണ്. പക്ഷേ ഇന്ന് ഈ സെപ്റ്റംബർ 22 വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് നവരാത്രി വ്രതം ആരംഭിച്ചു. അതായത് 9 ദിവസങ്ങൾ. ഈ 9 ദിവസങ്ങളിൽ സെപ്റ്റംബർ 22 മുതൽ 9 ദിവസങ്ങൾ. ഈ 9 ദിവസങ്ങളിൽ ദേവിയെ ഏതെങ്കിലും ഒരു സമയം ഞാനീ പറയുന്ന ഒരു അത്ഭുത വരി ജപിച്ച് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷം ദേവി ഉപാസന നടത്തിയാൽ കിട്ടുന്ന അനുഗ്രഹവും അതുപോലെ അറിവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയെല്ലാം ഉണ്ടായി വരും. കുടില് പോലും കൊട്ടാരമാകുമെന്നുള്ളതാണ്. അപ്പോൾ അതേത് അത്ഭുത വരിയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ പറയുന്നൊരു അത്ഭുത വരി ജപിച്ച് ഏത് നേരം വേണേലും വിളിക്കാം. അപ്പം ഞാനത് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നവരാത്രി വ്രതം ഇതിൻ്റെ പ്രാധാന്യം, പൂജ വയ്ക്കുന്ന സമയം, പൂജ എടുക്കുന്ന സമയം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നേക്കുമായി ഗുണം ലഭിക്കുന്ന കാര്യങ്ങളാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് വർഷത്തിലൊന്ന് വരുന്നതാണ് ഈ നവരാത്രി വ്രതമൊക്കെ. അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ജീവിതം മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകും എന്നുള്ളതാണ്. അപ്പോൾ കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വെളുത്ത പക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ നവരാത്രി വ്രതമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ സെപ്റ്റംബർ 22 2025 മുതൽ ആരംഭിക്കുകയാണ് നവരാത്രി വ്രതം. ഇന്ന് ആരംഭിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്നു. നേരത്തെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ സെപ്റ്റംബർ 29 വൈകിട്ടാണ് പൂജ വയ്ക്കുന്നത്. അപ്പോൾ വൈകിട്ട് പൂജ വയ്ക്കുന്നത് 5 മണി മുതൽ ഒക്കെ തന്നെ പുസ്തകങ്ങളൊക്കെ സമർപ്പിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ഒരു 6:45 കൂടിയൊക്കെ ആയിരിക്കും പൂജകൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ നവമിയുടെ അന്ന്, അതായത് ഒക്ടോബർ 1 വൈകിട്ട് 6:45 കൂടി ആയുധങ്ങൾ പൂജ വയ്ക്കാം. പിന്നെ ഒക്ടോബർ 2 വ്യാഴാഴ്ച 7:30 കൂടി പൂജയെടുക്കാം. എന്നിട്ട് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിദ്യാരംഭം കുറിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ നവരാത്രി വ്രതകാലത്ത് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അറിഞ്ഞ് ഈ 9 ദിവസത്തിനും പ്രാധാന്യമുണ്ട്. അപ്പം പലരും പറയും അവസാന 3 ദിവസത്തിന് പ്രാധാന്യം കൂടുതലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നു നവരാത്രി വ്രതം ഈ 9 ദിവസത്തിനും പ്രാധാന്യമുണ്ട്. കാരണം ഈ 9 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ദിവസവും ദേവിയെ 9 രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത്. 9 നവദുർഗകൾ എന്ന് പറയും. 9 ഭാവങ്ങളില്ല അമ്മയെ വിളിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഓരോ ഭാവത്തെയും വിളിക്കുമ്പോൾ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ 9 അനുഭവങ്ങളും ചേരുമ്പോഴാണ് നമ്മൾ ദേവിയെ അറിയുന്നത്. അതുകൊണ്ട് ഈ 9 ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആ 9 ദിവസങ്ങളിൽ ദേവിയെ വിളിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനൊരു രഹസ്യ വരിയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് ഏതൊരാൾക്കും ചെയ്യാം, അത് ഏതൊരാൾക്കും ജപിക്കാം. അതുകൂടെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഞാനൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വാട്സപ്പ് വഴിയാണ് ചെയ്യേണ്ട. ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം നിരവധി മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർ അത് മനസ്സിലാക്കി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് രീതി പറഞ്ഞു തരും. ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ അത് ചെയ്യേണ്ട വഴിപാടുകളും നല്ല വഴിപാടുകളും അത് ചെയ്യേണ്ട സമയവും ചെയ്യേണ്ട രീതിയും അതുപോലെ ഭാഗ്യസംഖ്യയും ഭാഗ്യനിറവും വിളിക്കേണ്ട ദേവതയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ ഏതൊരു വഴിപാടാണെങ്കിലും ഒരു തവണ ചെയ്താലൊന്നും ഫലം ലഭിക്കത്തില്ല. ചിലപ്പോഴും ആവർത്തിക്കേണ്ടി വരും. അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മളൂടെ പ്രവർത്തിക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക. ഇതൊക്കെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇത് എല്ലാ ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, എന്നല്ലേ പറയുന്നതാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് നവരാത്രി 9 രാത്രികൾ, ദേവിയുടെ 9 ഭാവങ്ങൾ. ഈ 9 ഭാവങ്ങളെ അറിയുമ്പോഴേ ദേവി അറിയത്തുള്ളൂ. 9 രാത്രികൾക്കും 9 ഭാവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് ഞാൻ പറയും. ഇനിയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ജപിക്കേണ്ട അത്ഭുത വരിയും പറഞ്ഞു തരാം. അപ്പം അതിനു മുമ്പ് ഈ നവരാത്രിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. എന്നിട്ട് നിങ്ങളിതൊക്കെ ചെയ്താലാണ് അതിന് ഫലം ഉണ്ടാകുന്നത്. നവരാത്രി മനസ്സും ശരീരവും ശുദ്ധമായി 9 രാത്രികൾ ദേവിയെ ഭജിക്കുന്ന ഒരു വ്രതമാണ് നവരാത്രി വ്രതം. അപ്പം ഈ മനസ്സും ശരീരവും ശുദ്ധമാകണം. ഉച്ചയുറക്കമൊന്നും പാടില്ല, മറ്റുള്ളവരെ ദൂഷിക്കരുത്. അങ്ങനെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടിയും ദേവിയെ 9 രാത്രികൾ 9 ഭാവത്തിൽ നിങ്ങൾ ദേവിയെ ഭജിക്കണം. അങ്ങനെ ഭജിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടായി വരുന്നത്. ഒരു വർഷം ദേവിയെ ഉപാസിക്കുന്നതിനേക്കാൾ ഫലം നവരാത്രി ദിവസം, ഈ നവരാത്രി ദിനങ്ങൾ ദേവിയെ ഈ 9 ഭാവങ്ങളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 9 ഭാവങ്ങളിൽ ഞാൻ ഒരു രഹസ്യ വരി പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് 9 ഭാവങ്ങളുടെ അനുഗ്രഹം കിട്ടാനൊരു രഹസ്യ വരി പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഈ അറിയേണ്ട ചില കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നവരാത്രി വ്രതം എടുക്കുമ്പോൾ പ്രായമുള്ളവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ നമ്മൾ പറയും 9 ദിവസം വ്രതം എടുക്കണം, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം, ഉച്ചയുറക്കം ഉപേക്ഷിക്കണം, മറ്റുള്ളവരെ കളിയാക്കുക, പരദൂഷണം പറയുക, ഇതൊക്കെ ഉപേക്ഷിക്കണം. ദേവീ മന്ത്രങ്ങൾ ജപിക്കുക, ലളിതാ സഹസ്രനാമം അറിയാവുന്നവർക്ക് അത് ജപിക്കുക, ദേവീ സ്തുതികൾ ജപിക്കുക, ദേവീ സ്മരണയോടുകൂടി ഇരിക്കണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ആചരിക്കാൻ. അപ്പം നമ്മൾ പറയും പ്രായമുള്ളവരോടായിക്കോട്ടെ കുട്ടികളോടായിക്കോട്ടെ 9 ദിവസം നിങ്ങൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ചിലപ്പം കുട്ടികൾ അതനുസരിക്കും. പക്ഷെ അങ്ങനെ അനുസരിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ പ്രായമുള്ളവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഈ നവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ സ്വമേധയാൽ മത്സ്യമാംസാദികൾ ആ 9 ദിവസം ഉപേക്ഷിക്കുമ്പോഴാണ് അവർക്കതിൻ്റെ ഫലം ലഭിക്കുന്നത്. നിങ്ങൾ നിർബന്ധിപ്പിച്ച് നിങ്ങളെ പേടിച്ച് കുട്ടികൾ 9 ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചാൽ ആ ഫലം കിട്ടണമെന്നില്ല. അപ്പം കുട്ടികളായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ 9 ദിവസങ്ങളിൽ അവർ ആത്മാർത്ഥമായിട്ട് സ്വമേധയാൽ ആ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ദേവിയെ ആ സ്വമേധയാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭജിക്കുമ്പോഴാണ് ആ ഭജിക്കുന്നതിൻ്റെ ഗുണം കിട്ടുന്നത്. വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടികളോട് വഴക്ക് പറഞ്ഞ് നോയമ്പ് പിടിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ 9 ദിവസങ്ങളിൽ ആ വ്രതം അനുഷ്ഠിക്കുന്നതിലോ അല്ല കാര്യം. സ്വമേധയാ ചെയ്യണം. സ്വമേധയാ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രായമുള്ളവരാണേലും കുട്ടികളാണേലും ഈ നവരാത്രി വ്രതം എന്തിനെടുക്കുന്നു, ദേവിയെ ഏത് രീതിയിൽ ഭജിക്കുന്നു, ദേവിയുടെ 9 ഭാവങ്ങൾ എന്താണ്, അങ്ങനെ ഭജിച്ചാലുള്ള ഗുണം എന്താണ് എന്നറിയുമ്പോഴേ സ്വമേധയാൽ ആ വ്രതമെടുക്കാനും നമ്മുടെ മനസ്സ് പ്രാപ്തമാകത്തുള്ളൂ. അതിനറിയണം. അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല. സ്വമേധയാ കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞു കഴിയുമ്പോൾ അവരത് സ്വമേധയാൽ ആ 9 ദിവസങ്ങൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ യാന്ത്രികമായി പോകും. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എന്തിനു വേണ്ടി നവരാത്രി വ്രതം അനുഷ്ഠിക്കണം? ദേവിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അത് എങ്ങനെ കിട്ടും? ദേവിയുടെ 9 ഭാവങ്ങളെ ഭജിക്കണം, പ്രാർത്ഥിക്കണം, അല്ലെ സ്മരിക്കണം. 9 ഭാവങ്ങളുടെ പ്രാധാന്യം എന്താണ്? ദേവിയുടെ ഓരോ ഭാവത്തിനും ഓരോ ശക്തിയാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 9 ഭാവം വ്യത്യസ്തമായ ശക്തിയും എന്ന് വെച്ചാൽ വ്യത്യസ്തമായ അനുഭവങ്ങളും. അതായത് ഓരോ ഭാവത്തിലുള്ള ദേവിയെ ഭജിക്കുന്നത് ഓരോ വ്യത്യസ്തമായ ശക്തി അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ്. പറഞ്ഞ മനസ്സിലായി? ഇപ്പം കാളരാത്രിയെ വിളിക്കുന്നു. അത് സിദ്ധന്മാരും മഹർഷിമാരും പ്രപഞ്ചവാതിൽ തുറക്കാൻ, പ്രപഞ്ച രഹസ്യം അറിയുവാൻ ഒക്കെ വിളിക്കുന്ന കാളരാത്രിയാണ്. അപ്പം നമുക്കും വിളിക്കാം. നമ്മൾ വിളിക്കുന്നത് എന്തിനാ? നമ്മുടെ ഭയമില്ലാതാകാൻ. അപ്പോൾ അത് ദേവിയുടെ ആ കാളരാത്രിയെ വിളിക്കുമ്പോഴാണ് ഭയമില്ലാതാകുന്നത്. അങ്ങനെ ഓരോ ഭാവത്തിനും നമുക്ക് ഓരോരോ അനുഗ്രഹങ്ങളും ശക്തികളും തരാൻ കഴിവുണ്ട്.
ഈ 9 ഭാവവും ഒരുപോലെ പ്രാധാന്യമാണ്. അതിൽ 9 ഭാവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ എനിക്കറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. 1-ാമത്തെ ഭാവം ശൈലപുത്രി, നവദുർഗയുടെ. 2-ാമത്തെ ഭാവം ബ്രഹ്മചാരിണി. ഞാനിത് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നവരാത്രി വ്രതം എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതി ദേവിയെ വിളിക്കും സ്വമേധയാൽ. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പം നവദുർഗയുടെ 1-ാമത്തെ ഭാവം ശൈലപുത്രി, 2-ാമത്തെ ഭാവം ബ്രഹ്മചാരിണി, 3-ാമത്തെ ഭാവം ചന്ദ്രകണ്ഠ, 4-ാമത്തെ ഭാവം കൂഷ്മാണ്ഡ, 5-ാമത്തെ ഭാവം സ്കന്ദമാതാവേ, സ്കന്ദൻ്റെ മാതാവേ, മുരുകൻ്റെ മാതാവേ, 6-ാമത്തെ ഭാവം കാർത്യായനി, 7-ാമത്തെ ഭാവം കാളരാത്രി. ഇത് മഹാകാളിയുടെ തന്നെ ഒരു രൂപമാണ് കേട്ടോ, കാളരാത്രി. ഈ കാളരാത്രിയൊക്കെ വിളിക്കുന്നതിനകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വമേധയാ ചെയ്യും. മനസ്സിലായില്ലേ? അതറിഞ്ഞാൽ സ്വമേധയാ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഫലം ഉണ്ടാകുന്നത്. ഈ 8-ാമത്തെ ഭാവം മഹാഗൗരി, 9-ാമത്തെ ഭാവം സിദ്ധദാത്രി, സിദ്ധികൾ തരുന്ന ഭാവമാണ് 9-ാമത്തെ ഭാവം. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ഈ നവരാത്രി വ്രതം സാധിക്കുന്നവർ, പറ്റുന്നവർ ഒക്കെ എടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ എടുക്കുക. പ്രായമുള്ളവർ ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നവരാണ്, അവർക്ക് വ്രതം പോലെ എടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അത് എടുക്കണ്ട. അവർ മരുന്ന് കഴിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ പ്രധാനമാണ്. അവർ ദേവിയെ സ്മരിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. വ്രതം എടുക്കണമെന്നില്ല. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ, പ്രായമുള്ളവർ വ്രതം എടുക്കുക. കുട്ടികൾ എടുക്കാൻ പറ്റുന്നവരെടുക്കുക, നന്നായിരിക്കും. അപ്പോൾ ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം. ഉച്ചയുറക്കം പാടില്ല. പരദൂഷണം പറച്ചിൽ, കളിയാക്കൽ, പൊങ്ങച്ചം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 9 ദിവസത്തേക്ക് മാറ്റിവെക്കണം. 9 ദിവസത്തേക്കെന്നല്ല, 9 പൂജ വിദ്യാരംഭം വരെയെങ്കിലും ആ ദേവീ സ്മരണയെ തന്നെ മുന്നോട്ട് പോകണം. ആ വിദ്യാരംഭം വരെയെങ്കിലും നന്നായിരിക്കും. വിദ്യാരംഭത്തിനും വളരെ പ്രാധാന്യമുണ്ട്. നവരാത്രി വ്രതം 9 ദിവസങ്ങൾ ആ രീതി ആചരിച്ച ശേഷവും വിദ്യാരംഭം വരെയെങ്കിലും നമ്മൾ ദേവീ സ്മരണയിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ അത് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. ഞാൻ ഈ ഓരോ ഭാവങ്ങളിലെ ചില രഹസ്യങ്ങളും പറഞ്ഞുതരാം. ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ചൊല്ലേണ്ട അത്ഭുത വരിയെക്കുറിച്ചും പറഞ്ഞുതരാം. ഏതൊരാൾക്കും ചൊല്ലാം. ആദ്യത്തെ ഭാവമാണ് ശൈലപുത്രി. അതായത് ഇന്ന് 22-ാം തീയതി അമ്മ ദേവിയെ പാർവതി, ഹിമവാന്റെ പുത്രിയായ ശ്രീ പാർവതി രൂപത്തിലാണ് നമ്മൾ ദേവിയെ ധ്യാനിക്കേണ്ടത്, അല്ലെ വിളിക്കേണ്ടത്. അത് 22-ാം തീയതി, ഇന്ന് ഞാൻ വീഡിയോ ഇടുന്ന ദിവസം അങ്ങനെയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാനിന്ന് വീഡിയോ ഇടുന്നത് 22-ാം തീയതി വീഡിയോ ഇടുന്നത്, നേരത്തെ ഇടാൻ പറ്റിയില്ല. അപ്പം 1-ാമത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 22-ാം തീയതി ശൈലപുത്രി ഭാവത്തിൽ ദേവിയെ ആരാധിക്കണം. അതായത് ഹിമവാന്റെ മകളായ പാർവതി ദേവിയുടെ രൂപത്തിൽ ദേവിയെ ആരാധിക്കണം. അപ്പം പാർവതി ദേവിയുടെ രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്നതിനുള്ള ഗുണം എന്താണ്? പാർവതി ദേവിയുടെ പ്രാധാന്യം എന്താണ്? പാർവതി ദേവി അപാരമായ ശുദ്ധബോധത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ഒക്കെ പ്രതീകമാണ്. കാരണം ശിവഭഗവാനെ നേടാൻ വേണ്ടി അതുപോലെ തപസ്സനുഷ്ഠിച്ച് അത് നേടിയെടുത്താണ് പാർവതി ദേവി. അപ്പോൾ നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ നമുക്കതുപോലെയുള്ള ഇച്ഛാശക്തിയും ഒരു കാര്യം നേടിയെടുക്കാനുള്ള കഴിവും അത് ഫലപ്രാപ്തിയിലെത്താനും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിൽ അമ്മയെ ധ്യാനിക്കുക, ശൈലപുത്രിയായിട്ട് ദേവിയെ ധ്യാനിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അമ്മേ, ദിവ്യമാതാവേ, ശൈലപുത്രി, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഗുണങ്ങളും എനിക്ക് നൽകുമാറാകണേ. അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി. ഈ ഒരു അത്ഭുത വരി ഉരുവിടുക. പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന മന്ത്രങ്ങൾ ചൊല്ലാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്തൊന്നും ഞാൻ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാനീ പറഞ്ഞൊരു അത്ഭുത വരി ഒരു നേരമെങ്കിലും നിങ്ങൾ ഉരുവിടുക. പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ 9 ദിവസവും പോവുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. പറ്റാത്തവർ വീട്ടിൽ നിന്നാണെങ്കിലും വിളിക്കുക, പറ്റുന്നവർ അമ്പലത്തിൽ പോവുക. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലും പോകണം. 9 ദിവസം പ്രാധാന്യമുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്നാണേലും ക്ഷേത്രത്തിൽ ഇരുന്നാണേലും ഭക്തിയോടും കൂടി ദേവിയെ വിളിക്കണം. ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ വിളിക്കണം.
ഒന്നാമത്തെ ദിവസം ശൈലപുത്രി ഭാവത്തിൽ തന്നെ ദേവിയെ വിളിക്കണം. ശൈലപുത്രി എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ തന്നെ അമ്മയെ വിളിക്കണം. അപ്പോഴാണ് പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ശൈലപുത്രി എന്ന് തന്നെ വിളിക്കണം. അമ്മേ ശൈലപുത്രി, ദിവ്യമാതാവേ, അവിടുത്തെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകണേ. എനിക്ക് അവിടുത്തെ ഗുണങ്ങൾ എനിക്ക് നൽകുമാറാകണേ. അമ്മയ്ക്ക് കൂടി നന്ദി. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതിനകത്തെല്ലാം ഉണ്ട്. എവറിത്തിങ്. ഇനി രണ്ടാമത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 23 അമ്മയെ ബ്രഹ്മചാരിണി രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം അന്ന് പ്രാർത്ഥിക്കണം, അമ്മേ ബ്രഹ്മചാരിണി ദിവ്യമാതാവേ, അവിടുത്തെ എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് നൽകുമാറാകണേ. എന്നെ നയിക്കണമേ. എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ ദേവിയുടെ പേര് മാത്രമേ മാറ്റുന്നുള്ളൂ. ബാക്കി ഒരുപോലെ പ്രാർത്ഥിച്ചാൽ മതി. ദിവ്യമാതാവേ, മനസ്സിലായോ? അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. ഈ ദേവിയുടെ അനുഗ്രഹം കിട്ടിയവരൊക്കെ ദേവിയെ ദിവ്യമാതാവേ എന്നാണ് രഹസ്യവിദ്യ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതാരും പറഞ്ഞു തരത്തില്ല. ദിവ്യമാതാവേ എന്നാണ് വിളിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസം അമ്മയെ ബ്രഹ്മചാരിണി എന്ന് തന്നെ വിളിക്കണം. അമ്മ ആ ഭാവത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. അമ്മയെ ബ്രഹ്മചാരിണി ദിവ്യമാതാവേ, അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ ഗുണങ്ങളും ഈ ഉള്ളവന് നൽകുമാറാകണേ. അവിടെ തന്നെ നയിക്കണമേ. അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി എന്ന് പ്രാർത്ഥിക്കുക. വാഗുണ്ടോ മനസ്സിലോ പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുക. കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കാം, വിളക്കിൻ്റെ നാളത്തെ തൊട്ട് പ്രാർത്ഥിക്കാം, കുളിമുറിയിൽ നിന്ന് കുളി കഴിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കാം, ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ബ്രഹ്മചാരിണി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ അത് ഫലമുണ്ടാകും. അപ്പോൾ ബ്രഹ്മചാരിണി എന്ന രൂപത്തിൽ ദേവിയെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് തപസ്സെന്ന് വെച്ചാൽ എത്ര കാഠിന്യമുള്ള കാര്യവും ക്ഷമയോടുകൂടി നേടിയെടുക്കാനുള്ള ഒരു ക്ഷമത ഉണ്ടായി വരും. അതിനാണ് തപസ്സെന്ന് പറയുന്നത്. എത്ര വലിയ കാര്യവും ക്ഷമയോടുകൂടി നേടിയെടുക്കാനുള്ള ഒരു മാനസികമായ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അതിനാണ് ബ്രഹ്മചാരിണിയെ വിളിക്കുന്നത്. ഇങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ മനസ്സിലാക്കി നവരാത്രി വ്രതത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രായമുള്ളവരും കുട്ടികളും എല്ലാം സ്വമേധയാൽ നവരാത്രി വ്രതം എടുക്കാൻ പറ്റുന്നവർ. അതുപോലെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുകയും ചെയ്യും. കാരണം ഇത്രയും വലിയ അനുഗ്രഹം കിട്ടുമ്പം ഉപേക്ഷിക്കും. അല്ലാതെ വീട്ടുകാരെ നിർബന്ധിച്ച് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വ്രതം എടുപ്പിക്കുന്നതിലല്ല കാര്യം. ഇത് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ട്. ഒരു നിർബന്ധമില്ലാതെ കുട്ടികൾ ചെയ്യും. പക്ഷെ ഇതൊക്കെ അറിയണം. കുട്ടികൾ പ്രായമുള്ളവരും അറിയണം. അല്ലാതെ നമ്മൾ കുറേ എന്തൊക്കെയോ പറയുന്നതിലോ എന്തൊക്കെയോ ചെയ്യുന്നതിലോ ഒന്നുമല്ല. അത് എന്തിനു വേണ്ടി ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു, എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയാൽ ആരും ചെയ്തു പോകും. അപ്പം മനസ്സിലായല്ലോ. രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ഇനി മൂന്നാമത്തെ ദിവസം ചന്ദ്രഘണ്ഠ എന്ന രൂപത്തിൽ ദേവിയെ വിളിക്കണം. അമ്മേ ചന്ദ്രഘണ്ഠ ദിവ്യമാതാവേ, എനിക്ക് അവിടുത്തെ അനുഗ്രഹവും ഗുണങ്ങളും നൽകുമാറാകണേ. എന്നെ നയിക്കണമേ. അവിടത്തേക്ക് കൂടി നന്ദി. ഈ ദിവ്യ പ്രാർത്ഥന ചെയ്യുക. അപ്പം ചന്ദ്രഘണ്ഠ മാതാവിനെ വിളിക്കുന്നത് എന്തിനാണ്? അറിവും ധൈര്യവും ഉണ്ടാകാൻ വേണ്ടിയാണ്. അറിവും ധൈര്യവും നമുക്ക് ഉണ്ടാകും. അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വമേധയാൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ നോളജ് അല്ലെ പ്രാക്ടിക്കൽ നോ ഹൗ, എങ്ങനെ ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള പ്രായോഗികമായ ബുദ്ധി കിട്ടുമെന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ചന്ദ്രഘണ്ഠ തന്നെ വിളിക്കണം മൂന്നാമത്തെ ദിവസം. നാലാമത്തെ ദിവസം കൂശ്മാണ്ഡ എന്ന അമ്മയെ വിളിക്കണം. അമ്മേ കൂശ്മാണ്ഡ ദേവി ദിവ്യമാതാവേ, അവിടുത്തെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ. അവിടുത്തെ കഴിവുകൾ എനിക്ക് നൽകണേ. എന്നെ നയിക്കണേ. എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കൂശ്മാണ്ഡ ദേവിയുടെ പ്രത്യേകത എന്താണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദേവി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള, നമുക്കൊരു തൊഴിലായിക്കോട്ടെ, പുതിയ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് കിട്ടും. നമ്മുടെ ബുദ്ധിയിൽ ഒരു ക്രിയേറ്റിവിറ്റി കൂടും. പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള, നമ്മുടെ തൊഴിലിലായിക്കോട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശക്തി കിട്ടും കൂശ്മാണ്ഡ ദേവിയെ വിളിക്കുമ്പോൾ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ വിളിക്കും. കുട്ടികളാണെങ്കിലും ഇതേ രീതി മനസ്സിലാക്കിയാൽ അവരത് പറയും. അത് കറക്റ്റായിട്ട് സ്വമേധയാൽ അവർ വ്രതം കൊടുക്കും. അല്ലാതെ വീട്ടുകാർ പലയിടത്തും ഞാൻ കാണുന്ന കാര്യമാണ്. 9 ദിവസം വ്രതം എടുക്കണം. വീട്ടുകാർ പറയും, വീട്ടുകാരെ പേടിച്ച് വ്രതം എടുക്കുന്നു.
അതിലല്ല കാര്യം. ഇത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ അതാരും സ്വമേധയാ ചെയ്യുമ്പോഴത് ഫലമുണ്ടാകുക. അവിടെ ഒരു സമർപ്പണം ഉണ്ടാകത്തുള്ളൂ സ്വമേധയാ ചെയ്യുമ്പോൾ. അപ്പം കൂശ്മാണ്ഡാദേവിയെ വിളിക്കേണ്ട പ്രാധാന്യം മനസ്സിലായി. ഇനി 5-ാമത്തെ ദിവസം സ്കന്ദമാതാന്ന് ദേവിയെ വിളിക്കണം. എന്തിനാണ് സ്കന്ദമാതാന്ന് വിളിക്കുന്നത്? സ്കന്ദമാതാന്ന് തന്നെ വിളിക്കണം. അതായത് മുരുകൻ്റെ മാതാവ്. മുരുകൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ മുരുകൻ ആരാണ്? മുരുകൻ പ്രപഞ്ചമാണ്. ശിവൻ്റെയും പാർവതീദേവിയുടെയും ശക്തി തന്നെയാണ് മുരുകൻ. പ്രപഞ്ച ഗുരുവാണ് മുരുകൻ, പ്രപഞ്ച ശക്തിയാണ്. ആ മുരുകൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയായി ദേവിയുടെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. ആ ദേവിയുടെ അനുഗ്രഹത്തിൽ നമ്മളും ആ മുരുകനെ പോലെ വളരെ ഒരു ശ്രേഷ്ഠമായ ജന്മങ്ങളായി തീരും. അതായത് ദേവിയെ സ്കന്ദമാതാ രൂപത്തിൽ, അമ്മേ ദിവ്യമാതാവേ, അമ്മേ സ്കന്ദമാതാവേ, ദിവ്യമാതാവേ, എനിക്ക് അനുഗ്രഹങ്ങളും സമ്പത്തും നൽകണേ, എന്നെ നയിക്കണമേ, നന്ദി നന്ദി എന്ന് പറയുമ്പോൾ മുരുകനുണ്ടായ പോലെയുള്ള എന്ന് വെച്ചാൽ ഭഗവാന് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നല്ല, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ശ്രേഷ്ഠമായ കഴിവുകളും ഗുണങ്ങളും നമുക്കും കിട്ടുമെന്നുള്ളതാണ് അമ്മയുടെ അനുഗ്രഹത്താൽ. ഇനി 6-ാമത്തെ ദിവസം അമ്മയെ കാർത്യായനി ഭാവത്തിൽ ആരാധിക്കണം. അപ്പോൾ കാർത്യായനി എന്ന് പറഞ്ഞാൽ ദുർഗയുടെ ഉഗ്രരൂപമാണ്. അപ്പോൾ നമുക്ക് ഉഗ്രമായ ഒരു ക്രിയാശക്തിയും ഇച്ഛാശക്തിയും നമുക്ക് ഇച്ചിരി പവർഫുള്ളായിട്ടുള്ള ഒരു മനോബലം കിട്ടും. അപ്പം അമ്മേ കാർത്യായനി ദേവി ദിവ്യമാതാവേ, അവിടുത്തെ അനുഗ്രഹങ്ങളും കഴിവുകളും ഈ ഉള്ളവന് നൽകുമാറാകണേ, എന്നെ നയിക്കണേ, അമ്മയ്ക്ക് കൂടി നന്ദി എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ ആ ഉഗ്രരൂപത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള ആ മനോബലം നമുക്ക് കിട്ടും. ഇനിയും 7-ാമത്തെ ദിവസം കാളരാത്രി ഭാവത്തിൽ അമ്മയെ ആരാധിക്കണം. കാളരാത്രി എന്ന് പറഞ്ഞാൽ മഹാകാളിയുടെ തന്നെ ഒരു ഭാവം തന്നെയാണ് കാളരാത്രി. ഈ കാളരാത്രിയെ മഹർഷിമാരും ഋഷീശ്വരന്മാരും ഒക്കെ പ്രപഞ്ചവാതിൽ തുറക്കാൻ, പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുവാൻ കാളരാത്രിയുടെ അനുഗ്രഹം വേണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞുതരാം. കാളരാത്രിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയമില്ലാതാവും. ഭയമില്ലാതാകുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ. എന്തുണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഭയമില്ലാതാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഭയമുണ്ടെങ്കിൽ ഒന്നും നമുക്ക് നേടിയെടുക്കാനും പറ്റത്തില്ല, നേടിയെടുത്താൽ അത് അനുഭവിക്കാനും പറ്റത്തില്ല. അപ്പം ഭയമില്ലാതാകും കാളരാത്രിയെ വിളിച്ചാൽ. അമ്മേ ദിവ്യമാതാവേ കാളരാത്രി, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഈ ഉള്ളവന് നൽകുമാറാകണേ, എന്നെ നയിക്കണമേ, അമ്മയ്ക്ക് കൂടി നന്ദി എന്ന് പറയുക. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേറെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ അറിയാമെങ്കിൽ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വിളിച്ചിരിക്കണം. ഈ ഓരോ 7-ാമത്തെ ദിവസം ഈ നാമത്തിൽ അമ്മയെ വിളിക്കണം. ഈ ഓരോ ദിവസങ്ങളും ആ നാമത്തിൽ അമ്മയെ വിളിക്കണം. അതാണ് നവരാത്രിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതിന് മനസ്സിലായത്. ഇനി 8-ാമത്തെ ദിവസം അമ്മയെ മഹാഗൗരിയായിട്ടാണ് കാണുന്നത്. ആ ഭാവത്തിലാണ്. അപ്പോൾ നമ്മൾ അമ്മയെ ദിവ്യമാതാവേ മഹാഗൗരി, അവിടുത്തെ മഹത്തായ അനുഗ്രഹങ്ങളും കഴിവും ഒക്കെ ഈ ഉള്ളവന് നൽകുമാറാകണേ, എന്നെ നയിക്കണേ, അമ്മയ്ക്ക് കൂടി നന്ദി എന്ന് പ്രാർത്ഥിക്കുക. മഹാഗൗരിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പവിത്രമായ ഒരു ബോധം, ശുദ്ധമായ ഒരു ബോധം, ദിവ്യമായ ഒരു ബോധം നമുക്കുണ്ടായി വരുമെന്നുള്ളതാണ്. പവിത്രമായ ഒരു ബോധം, അനുഗ്രഹം നമുക്കുണ്ടായി വരും. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവ്യത, ഒരു ഈശ്വരീയത ഒക്കെ കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ആ ഒരു കർമ്മശുദ്ധി, ചിത്തശുദ്ധി ഇതൊക്കെ ഉണ്ടായി വരുമെന്നുള്ളതാണ് മഹാഗൗരിയുടെ അനുഗ്രഹം ഉണ്ടായത്. ഇനിയും ഇത്രയും അനുഗ്രഹം ഉണ്ടായി കഴിയുമ്പോഴാണ് 9-ാമത്തെ ദിവസം എന്ത് കിട്ടുന്നത്? സിദ്ധി കിട്ടുന്നത്. ഈ 8 ദിവസങ്ങളും ദേവിയെ 8 ഭാവങ്ങളിൽ ധ്യാനിക്കുമ്പോൾ 8 ശക്തികൾ കിട്ടുക. അത്രയും കിട്ടിക്കഴിഞ്ഞവന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? 9-ാമത്തെ ദിവസം കിട്ടുന്ന സിദ്ധി, അനുഗ്രഹം അല്ലെങ്കിൽ സ്കില്ല്, സിദ്ധി കിട്ടും. പറഞ്ഞ് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 9 രാത്രികൾ ഒരുപോലെ പ്രാധാന്യമാണെന്ന് പറഞ്ഞത്, 9 ഭാവങ്ങൾ ഒരുപോലെ പ്രാധാന്യമാണെന്ന് പറഞ്ഞത്. മനസ്സിലായി. ചിലർ പറയും അവസാനത്തെ 3 ഭാവമാണ്. 9 ഭാവങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യമുണ്ട്.
കാരണം ഈ 1 തൊട്ട് 8 ഭാവങ്ങളിൽ ദേവിയുടെ ആ ശക്തി അറിഞ്ഞ ശേഷമേ 9ാമത്തെ ഭാവത്തിൽ സിദ്ധി കിട്ടത്തുള്ളൂ. സിദ്ധിദാത്രി. 9ാമത്തെ ദിവസം ദേവിയെ വിളിക്കേണ്ടത് സിദ്ധിദാത്രി എന്നാണ്. അപ്പോൾ ഈ 8 ദിവസങ്ങളിലും ദേവിയെ ഓരോ ഭാവത്തിലും ആരാധിച്ച് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രമേ 9ാമത്തെ ദിവസം സിദ്ധി കിട്ടത്തുള്ളൂ. അല്ല അങ്ങനെ സിദ്ധി കിട്ടുന്നത് ആ 8 ഭാവങ്ങളിലൂടെ 8 ശക്തികളിലൂടെ മനസ്സ് കടന്നു വന്നു കഴിയുമ്പോഴാണ് 9ാമത്തെ ദിവസം സിദ്ധി വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് അറിഞ്ഞ് അനുഷ്ഠിക്കണമെന്ന്. അപ്പം 9ാമത്തെ ദിവസം സിദ്ധിദാത്രി എന്ന രൂപത്തിൽ ദേവിയെ വിളിക്കണം. അമ്മേ ദിവ്യമാതാവേ സിദ്ധിദാത്രി, അവിടുത്തെ മഹത്തായ അനുഗ്രഹങ്ങളും കഴിവുകളും ഈ ഉള്ളവന് നൽകുമാറാകണേ. ഈ ഉള്ളവനും കുടുംബത്തിനും നൽകുമാറാകണേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കുടുംബവും കൂടെ രക്ഷപ്പെടും. അവിടത്തേക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി നന്ദി, എന്നെ നയിക്കണേ അമ്മേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇതുപോലെ പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയോ ഇഷ്ടമുള്ള വഴിപാടുകളോ ഇഷ്ടമുള്ള മന്ത്രങ്ങളോ ഒക്കെ ജപിക്കാം. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങൾ ദേവിയെ വിളിക്കുക. ഈ പറഞ്ഞ പേര് ചേർത്ത് തന്നെ വിളിക്കണം. 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയും തന്നെ വിളിക്കണം. ദേവിയെ സിദ്ധി തരുന്നതാണ്. അപ്പോൾ സിദ്ധിദാത്രിയെ വിളിക്കുമ്പോൾ നമുക്ക് സിദ്ധികൾ, ശക്തികൾ, ജീവിക്കാനുള്ള ശക്തി, പണം ഉണ്ടാക്കാനുള്ള ശക്തി, പണം നിലനിർത്താനുള്ള ശക്തി, ഇങ്ങനെയുള്ള കാര്യപ്രാപ്തി, കാര്യശേഷി, അല്ലെ സ്കില്ല്, അല്ലെ വൈഭവം ഉണ്ടായി വരും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഈ ദേവിയെ ഇങ്ങനെ 9 ദിവസങ്ങളിൽ വിളിക്കുമ്പോഴാണ്, ഇങ്ങനെ മനസ്സിലാക്കി വിളിക്കുമ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ആ മാറ്റത്തിലേക്ക് വരണമെന്നില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും അവൻ സ്വമേധയാ ചെയ്യും. അല്ല, ഏതൊരു പ്രായമുള്ള ആളായിപ്പോലും സ്വമേധയാ ദേവിയെ ആരാധിക്കും. ആരും നിർബന്ധിക്കണ്ട, ഇങ്ങനെ മനസ്സിലാക്കിയാൽ. അല്ലാതെ ചുമ്മാ കുറേ അവിടെ ഇവിടെ അതും കേൾക്കുന്നു ഇത് കേൾക്കുന്നു അത് പറയുന്നു ഇത് പറയുന്നു ഒന്നും അല്ല. നമ്മൾ എന്തിന് ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തൊക്കെ നമുക്ക് അതുകൊണ്ട് കിട്ടും, ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അത് ചെയ്യാൻ തോന്നുന്നത്, സ്വമേധയാ ചെയ്യാൻ തോന്നുന്നത്. അല്ലെ മറ്റുള്ളവർ അമ്പലത്തിൽ പോകുന്നു നമ്മളും പോകുന്നു, മറ്റുള്ളവർ പുഷ്പാഞ്ജലി നടത്തുന്നു നമ്മളും പുഷ്പാഞ്ജലി നടത്തുന്നു, മറ്റുള്ളവർ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ചെയ്തോളൂ. പക്ഷേ എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യണം എന്നറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാനും അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുന്നത്. മനസ്സിലാകുന്നു? ഇതാണ് ഇത്രയും ദിവസങ്ങൾ. ഇനിയും നമ്മൾ പൂജ വെച്ചു. 29ാം തീയതി, സെപ്റ്റംബർ 29ാം തീയതി വൈകിട്ട് 5 മണി മുതൽ പുസ്തകങ്ങൾ വെക്കാം. ക്ഷേത്രത്തിലാണ് ദീപാരാധന കഴിഞ്ഞിട്ട് 6:45 പൂജ വെക്കും. സെപ്റ്റംബർ 29ാം തീയതി വൈകിട്ട് 6:45 പൂജ വയ്ക്കുന്നു. വീടുകളിലാണെങ്കിലും നമുക്കൊരു 6:45 പൂജ വയ്ക്കാം, നല്ലതാണ്. സെപ്റ്റംബർ 29ാം തീയതി വൈകിട്ട് 5 മണി തൊട്ട് പുസ്തകങ്ങൾ വെക്കാം. ഒരു 6:45 നമുക്ക് പ്രാർത്ഥന നടത്തി ഒരു പൂവൊക്കെ ഇട്ട് വീട്ടിലാണെങ്കിലും ദേവിയെ പ്രാർത്ഥിച്ച് പൂജ വെക്കാം. ഇനി ക്ഷേത്രത്തിലാണെങ്കിലും പൂജ വെക്കുക. ഇനിയും അത് കഴിഞ്ഞ് ഒക്ടോബർ 1ാം തീയതി വൈകിട്ട് 6:45 ആയുധങ്ങൾ പൂജ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 2ാം തീയതി വ്യാഴാഴ്ച 7:30 നമ്മൾ പൂജ എടുക്കുന്നു. പൂജ എടുത്തിട്ട് നമ്മൾ വിദ്യാരംഭം കുറിക്കണം. അതെല്ലാവർക്കും ചെയ്യാം കേട്ടോ. പൂജ വെക്കുന്നവർക്കും വെക്കാത്തവർക്കും ഒക്കെ ചെയ്യാം. വിദ്യാരംഭം കുറിക്കുന്നു. അപ്പോൾ നമ്മൾ ഹരീശ്വരി ഗണപതായേ അവിഘ്ന നമസ്തു എന്ന് എഴുതുന്നു. അപ്പോൾ നിങ്ങൾ കുട്ടികൾ വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികൾ അവർ ക്ഷേത്രത്തിലെ ആചാര്യന്മാർ കുട്ടികളെ കൊണ്ട് ഹരീശ്വരി ഗണപതായേ നമ അവിഘ്ന നമസ്തു എന്ന് എഴുതിക്കുന്നു. അപ്പം അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച്, ക്ഷേത്രത്തിൻ്റെ അകവും പുറവും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചൊരു ആചാര്യൻ കുട്ടിയെ എഴുതിപ്പിക്കുമ്പോൾ ആ ആചാര്യൻ്റെ ആത്മീയമായ ഒരു ശക്തിയും അല്ലെങ്കിൽ ആചാര്യൻ്റെ ആ ഒരു വൈഭവങ്ങളും ഈ കുട്ടിക്കും കിട്ടുന്നു എന്നുള്ളതാണ്. ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ആദ്യ വിദ്യയുടെ അനുഭവമാണത്. ക്ഷേത്രത്തിൽ വെച്ച് അത് കിട്ടുമ്പോൾ അതൊരു ഈശ്വരീയമായ ഒരു ശക്തിയും കൂടെയാണ്. വിദ്യയുടെ ആദ്യ അനുഭവമാണ് ഒരു ആചാര്യൻ കൈപിടിച്ച് എഴുതിക്കുമ്പോൾ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നിങ്ങൾക്കടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ വെച്ചും ചെയ്യാം. ഇനി എവിടെ വെച്ച് ചെയ്താലും നിങ്ങൾ കുട്ടിക്ക് വേണ്ടി മാതാവും പിതാവും ഭദ്രകാളിയമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം. അമ്മേ ദിവ്യമാതാവേ ഭദ്രകാളി, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഇന്ന പേരുള്ള എൻ്റെ മകന് വിദ്യ കുറിച്ചു
അമ്മയുടെ അനുഗ്രഹം അവൻ്റെ ജീവിതം മുഴുവൻ ഉണ്ടാകണം. അവന് വിദ്യയും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വിജയവും അമ്മയുടെ സഹായവും ജീവിതം മുഴുവൻ ഉണ്ടാകണമെന്ന് നിങ്ങൾ മാതാപിതാക്കളോട് പ്രാർത്ഥിക്കണം. കാരണം ഭദ്രകാളി അമ്മ ജ്ഞാനത്തിൻ്റെ ദേവതയാണ്, ഇച്ഛാശക്തിയുടെ ദേവതയാണ്, ക്രിയാശക്തിയുടെ ദേവതയാണ്. നമ്മൾ സരസ്വതിയെ വിദ്യയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അൾട്ടിമേറ്റ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭദ്രകാളി തന്നെയാണ്. അതറിയാവുന്നവർക്കറിയാം. സരസ്വതിയെ വിദ്യയ്ക്ക് വേണ്ടി വിളിക്കണം. സരസ്വതി വിദ്യയുടെ ദേവത തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ് നോളജ്, അൾട്ടിമേറ്റ് സ്കിൽ ഭദ്രകാളി തന്നെയാണ്. അപ്പം അമ്മയെ കാളിദാസനായത് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. എത്രയോ ജ്ഞാനികൾ, എത്രയോ വിദ്യയിൽ എത്രയോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവർ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമുള്ളവരാണ്. അപ്പോൾ അറിയാവുന്നവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുകയാണെങ്കിലും ആ ക്ഷേത്രത്തിലെ ദേവനെ ദേവിയെ വന്ദിക്കണം, പ്രാർത്ഥിക്കണം, പിന്നെ ആചാര്യനെ വന്ദിക്കണം. അതുപോലെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ് ഭദ്രകാളിയോടും കൂടെ പ്രാർത്ഥിക്കണം. അമ്മയെ ഭദ്രകാളി അമ്മയെ ദിവ്യ മാതാവേ. ആ കുട്ടിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായവരും ഒരു സംശയവും വേണ്ട. അങ്ങനെ നിങ്ങൾ വിദ്യാരംഭം കുറിക്കുക. ഇനിയും പ്രായമുള്ളവർ, പുസ്തകങ്ങൾ വയ്ക്കാത്തവരാണേലും അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ ഹരി ശ്രീ ഗണപതായെ നമ അവിഘ്ന നമസ്തു എന്ന് എഴുതിയ ശേഷം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയ നമഃ എന്നൂടെ എഴുതുക. എന്നിട്ട് ഭദ്രകാളിയോട് അമ്മയെ ദിവ്യമാതാവേ എനിക്ക് അറിവ് നൽകണേ, സമ്പത്ത് നൽകണേ, അവിടുത്തെ അനുഗ്രഹങ്ങൾ നൽകണേ, എന്നെ നയിക്കണമേ, എനിക്ക് ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ സഹായം ഉണ്ടാകണേ, എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകണേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, അമ്മയെ കോടി കോടി പ്രണാമം ദിവ്യമാതാവേ ഭദ്രകാളി എന്ന് പ്രാർത്ഥിക്കുക. ഏതൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരും, പുതിയൊരു മാറ്റമായിരിക്കും അത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഈ വിദ്യാരംഭം കുറിക്കുകയും നവരാത്രി ആചരിക്കുകയും ചെയ്തു നോക്കിക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമായിരിക്കും. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ, ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ, എത്രയോ സമയമെടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്നും അധികം പേര് കാണത്തില്ല. നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളോ വെറുതെ ചുമ്മാ എന്തൊക്കെ പറഞ്ഞു പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടെത്തിരിക്കും. പക്ഷെ ഇത്രയും നല്ല കാര്യമായതുകൊണ്ട് അധികം ആളുകൾ കാണാൻ സാധ്യതയില്ല. എങ്കിലും കാണുന്നവർ കാണട്ടെ, അവർക്കതിൻ്റെ ഗുണമുണ്ടാകും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നാലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവ ശിവ.